Behind every Saria video, there is a mom doing this. Hello everyone, welcome to my new video. ആക്ച്വലി ഇതൊരു ബിഹൈൻഡ് ദ സീൻസ് ആണ്. സരിയ ബൈ ഷംറൂഖിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതും വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ സാരി എത്ര മെനകെട്ട രീതിയിലാണ് ഉടുത്തിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങളിത് കാണുമ്പോൾ ആദ്യമേ ആലോചിക്കുന്നത്. ഞാനും ആദ്യം കണ്ടപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. അതൊരു സത്യമാണ്. ആക്ച്വലി ഞാൻ സാരി നേരെ ചൊവ്വേ ഉടുത്തില്ല. അതിന് മുന്നേ കുഞ്ഞു കരഞ്ഞു. അതാണ് അവനെ എടുത്ത് ഉറക്കിയിട്ട് ബാക്കി സാരി ഉടുപ്പും ഷൂട്ടിങ്ങും നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ തേരാപാര നടക്കുന്നത്. A few moments later. 2 hours later. 1 eternity later. Oh no! ഒരു രക്ഷയില്ല, ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താ പാല് കൊടുത്താന്ന്. നേരത്തെ പാല് കൊടുത്താൽ ആക്ച്വലി 2 hours കഴിഞ്ഞിട്ടില്ലായിരുന്നു ഫീഡിങ്ങിൻ്റെ. നേരത്തെ ഗ്യാസ്ട്രിക് ട്രബിൾ വന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രിക്ട്ലി 2 hours ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവൻ ഉറങ്ങി, പാല് കുടിച്ച് ഉറങ്ങിയതിന് ശേഷം എന്താ ഈ ലാൻഡിങ് ആണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനം. എന്തായാലും ദൈവം സഹായിച്ച് അത് പാസ്സായി. അങ്ങനെ ആശ നല്ല ഉറക്കത്തിലാണെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ബാക്കി പരിപാടിക്ക് ഇറങ്ങിയത്. എന്നാലും നിങ്ങളിത് കാണണം. ആ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴുവാണ് എൻ്റെ ഇസു ബേബി. ഇസിൻ എസ് ഖാൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. 3 മാസം കഴിഞ്ഞു ഇപ്പോൾ. അങ്ങനെ അവൻ എണ്ണീറ്റിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞാൻ അവനെ തൊട്ടിലിൽ നിന്ന് എടുത്തു. ഞാൻ വിചാരിച്ചു കുറേ നേരം ഇനിയും വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന്. പക്ഷേ കുറച്ചൊന്ന് ആട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ. പുനലൂർ നല്ല ചൂടായതുകൊണ്ടാണ് അവന് ഞങ്ങൾ നിക്കറിടാത്തത്. നല്ല ഉറക്കത്തിലാണ്. പാവൻ നല്ല തളർന്ന് ബോധം കെട്ട് കിടന്നുറങ്ങുകയാണ്. അവൻ കുറേ നേരം കരഞ്ഞായിരുന്നു, എന്നിട്ടാണ് ഉറങ്ങിയത്. അവൻ്റെ ഈ പുഞ്ചിരി കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഫ്ലാറ്റാവും. അല്ല, ആക്ച്വലി ചെക്കൻ ചിരിച്ചങ്ങ് വീഴ്ത്തും നമ്മളെ. കുഞ്ഞിനെ തൊട്ടിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചടപടാന്ന് ചെയ്യുമായിരുന്നു ഞാൻ. സാരി എന്തൊക്കെയോ ആക്കി ലിപ് ബാമും ലിപ്സ്റ്റിക്കും കണ്ണും എഴുതി, പിന്നെ മുടി തുറന്നിട്ടു. അത്ര മാത്രമേ ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഷൂട്ടിംഗ് ഒന്ന് തീർക്കണം, അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി പെട്ടെന്ന് ഒരു ജിമ്മിക്ക കണ്ടുപിടിച്ചു. ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന ജിമ്മിക്ക. നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ഒരു മീഡിയം സൈസ് ജിമുക്കയാണ്. അതിൻ്റെ അകത്ത് സർക്കുലർ പാറ്റേൺസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു പേൾ ഹാങ്ങിങ്സും ഉണ്ട്. ഇതാണ് അതിൻ്റെ വിയറിങ് വ്യൂ. പിന്നെ ഞാൻ വെയർ ചെയ്ത നെക്ലെസ് ഇതാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ മുല്ലമുട്ടുമാല സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അതിൻ്റെ അകത്ത് പേൾ സ്റ്റോൺസും ഉണ്ട്. ഈ നെക്ലെസിൻ്റെ കൂടെ ആക്ച്വലി പെയറിങ് വരുന്നത് സെയിം പാറ്റേണിൽ വരുന്ന ഒരു സിമ്പിൾ സ്റ്റഡാണ്. ഇത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും തൻ്റെ കുട്ടമണി ഉണർന്നു. അവൻ്റെ ചിരി കണ്ടിട്ടും അവൻ്റെ ഇരിപ്പ് കണ്ടിട്ടും എനിക്ക് മനസ്സിലായി അവൻ എന്തായാലും ഈ ഇടയൊന്നും ഉറങ്ങാനുള്ള ചാൻസ് ഇല്ല. സോ അവനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ടിങ് തുടരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അതിന് മുന്നേ ഞാൻ ഡൈപ്പർ മാറ്റി എന്നിട്ട് കുറച്ച് നേരം അവനെ കളിക്കാനൊക്കെ കൊടുത്ത് കുറച്ച് ടീത്തറൊക്കെ കൊടുത്ത് എൻഗേജ് ചെയ്യാൻ നോക്കി. എന്നാലും കഷ്ടപ്പെട്ട് നടന്നില്ല. കുറേ നേരം അലമ്പായിരുന്നു. പിന്നെ ഒരുവിധം ഉരുട്ടിപ്പരട്ടി ശരിയാക്കി ഇപ്പോൾ കാമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇരുന്നു. അങ്ങനെ റീഷൂട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് അവൻ കരഞ്ഞ സമയത്ത് അവനെ കാമാക്കി. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഞാനത് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ കുട്ടുമണിക്ക് ഒരു കരച്ചിലില്ല, ഒരു കുഴപ്പമില്ല. ഇരുന്ന് മിണ്ടാതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളുടെ ജ്വല്ലറി അത് ചീപ്പായതുകൊണ്ട് മാത്രമല്ല ഡാമേജ് ആകുന്നത്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാമേജ്ഡ് ബിക്കോസ് ഓഫ് റോങ് യൂസ് ഓൾസോ. ചില ടൈപ്പ് ഓഫ് യൂസേജുകളിലൂടെ നമ്മുടെ ജ്വല്ലറി പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പെർഫ്യൂം. പെർഫ്യൂമിൽ ആൽക്കഹോൾ ഉണ്ട്. നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഡയറക്റ്റായിട്ട് പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നതിലൂടെ ജ്വല്ലറിയുടെ തിളക്കം നഷ്ടപ്പെടാനും അത് ഫെയ്ഡ് ആവാനുമുള്ള ചാൻസസ് കൂടുതലാണ്. സെക്കൻഡ് വൺ, സ്വെറ്റ്. സ്വെറ്റ് ഹാസ് സോൾട്ട്. റെഗുലർ സ്വെറ്റ് കോണ്ടാക്ട് ക്യാൻ കോസ് ടാർണിഷിങ് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ. ഉപ്പ് ഡയറക്റ്റായിട്ട് നമ്മുടെ ജ്വല്ലറിയിൽ പതിക്കുമ്പോൾ ജ്വല്ലറിയിൽ കാലക്രമേണ അതിൻ്റെ പോളിഷ് നഷ്ടപ്പെടാനും അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടാനും അത് ഫെയ്ഡ് ആവാനുമുള്ള ചാൻസസ് വളരെയധികം കൂടുതൽ. തേർഡ് വൺ, വാട്ടർ. വാട്ടർ ആൻഡ് മോയ്സ്ചർ ആർ സൈലന്റ് കില്ലേഴ്സ്. ഒരിക്കലും കുളിക്കുന്ന സമയത്തോ കൈ വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ വെള്ളം പറ്റത്തക്ക രീതിയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സരിയ ബൈ ഷംറൂഖ്, we guide you how to take care of the jewelry so it will last for longer times. Save this now
ആൻഡ് ഫോളോ ഫോർ മോർ ജ്വല്ലറി കെയർ ടിപ്സ്. കഷ്ടപ്പെട്ടെടുത്ത ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക്